18/6/2024 മുതൽ 21/9/2025 വരെയുള്ള ദഖനി മുസ്ലിം കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ട് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ അവതരിപ്പിക്കും. ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. ദഖനികളുടെ മതപരവും സാമൂഹിക കലാസാംസ്കാരിക വിദ്യാഭ്യാസ ഉന്നമനത്തിനും സംരക്ഷണത്തിനും മാതൃഭാഷയായ ഉറുദുവിന്റെ പ്രചാരണത്തിനും സമുദായ സംഘടനയിലും കുടുംബാംഗങ്ങളിലും ഐക്യം നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ 2020 മുതൽ DMC എന്ന നാമധേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംസ്ഥാനതല സംഘടനയാണ് ദഖനി മുസ്ലിം കൗൺസിൽ. റിപ്പോർട്ട് കാലയളവിൽ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ എല്ലാ ദേഹനിയോഗത്തിലും ഈ റിപ്പോർട്ടിലൂടെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം അവരെല്ലാവരെയും സർവശക്തനായ അല്ലാഹു സ്വർഗാവകാശികളാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും വളരെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ DMC എന്ന സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സംസ്ഥാന ഭാരവാഹികൾക്കും കൗൺസിൽ അംഗങ്ങൾക്കും ഈ റിപ്പോർട്ടിലൂടെ ആദ്യമായി സ്നേഹാഭിവാദ്യം അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 18/6/2023 കോഴിക്കോട് നടന്ന ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഓഫീസ് ബെയറേഴ്സ് സെക്രട്ടേറിയറ്റ്, സ്റ്റേറ്റ് കൗൺസിൽ തുടങ്ങിയ 17ഓളം മീറ്റിംഗുകൾ ഓൺലൈനായും ഓഫ്ലൈനായും നടത്തുകയും ഈ കാലയളവിൽ സംസ്ഥാന കമ്മിറ്റി നേരിട്ടും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഓരോ ജില്ലാ കമ്മിറ്റികളും നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. DMC എന്ന സംഘടനയുടെ പ്രശസ്തിക്കും DMCയുടെ പേര് മുഴുവൻ ദഖനികളിലേക്കും എത്തിക്കാൻ DMCയുടെ പേരിൽ കലണ്ടർ പ്രിന്റ് ചെയ്ത് സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ 2024-25 കലണ്ടറുകൾ പ്രിന്റ് ചെയ്ത് സംസ്ഥാനതല വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട തൃശൂർ MLA P. ബാലചന്ദ്രൻ അവരുടെ കൊണ്ടും സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനും കൊണ്ടും നടത്തി ആവശ്യപ്പെട്ട ജില്ലാ കമ്മിറ്റികൾക്ക് കലണ്ടറുകൾ നേരത്തെ എത്തിച്ചു. കൊല്ലം ജില്ലയിൽ DMCയുടെ കമ്മിറ്റി രൂപീകരണത്തിന് ഒരു യോഗം വിളിച്ചു ചേർക്കാൻ പുനലൂരിൽ താമസിക്കുന്ന സലീം ഭായിയെ ചുമതലപ്പെടുത്തുകയും ഈ വിവരം പുനലൂർ ദഖനി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ ശ്രദ്ധയിൽ ധരിപ്പിക്കുകയും അങ്ങനെ പുനലൂരിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിന് മുൻപന്തിയിൽ ഇറങ്ങി പ്രവർത്തിച്ച സലീം ഭായ് അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഒന്നിലേറെ ദഖനി സംഘടനകളും ഒരു സംസ്ഥാന കമ്മിറ്റിയും അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു. എന്നിരുന്നാലും കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം DMC ഉപേക്ഷിച്ചിട്ടില്ല. ദഖനി സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് വഖഫ് ബോർഡ് ചെയർമാനുമായി DMC സംസ്ഥാന കമ്മിറ്റി മണിക്കൂറുകൾ ചർച്ച ചെയ്യുകയും പരിഹാര മാർഗങ്ങൾ തേടുകയും അതേപോലെ തന്നെ ദഖനികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൊല്ലം പട്ടാണി ദർഗ, മക്കാം ദർഗ, പാലക്കാട് നല്ലേപ്പള്ളി 1 ഏക്കറോളം വരുന്ന സ്ഥലവും പൂർവ്വകാല ഖബർസ്ഥാൻ, കൊണ്ടയൂർ പല്ലൂർ പള്ളി ഖബർസ്ഥാൻ, എറണാകുളം ബ്രോഡ്വേ പള്ളി, കല്ലമ്പാറയിലെ ദഖനി പള്ളി, കണ്ണൂരിലെ മക്കാനി ടൗൺ പള്ളി, വയനാട്ടിലെ ചേലോട് ദർഗ പള്ളി, വൈദ്യുതി ഭാഗങ്ങളിലെ ദഖനികളുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ട ഏക്കർ കണക്കിൽ വരുന്ന സ്ഥലങ്ങളെ കുറിച്ചും DMC പഠനം നടത്തിയെങ്കിലും പലതും തിരിച്ചു കിട്ടാൻ സാധിക്കാത്ത നിലയിലും മറ്റുള്ളതാവട്ടെ കേസിലും ചിലതാകട്ടെ ദഖനികളും ഷാഫികളും ചേർന്ന് നടത്തിക്കൊണ്ടുവരുന്നതാണ്. മേൽപ്പറഞ്ഞതിൽ സംസ്ഥാന കമ്മിറ്റി ഇടപെടാൻ പറ്റുന്നിടത്തൊക്കെ സംസ്ഥാന കമ്മിറ്റി ഇടപെടുന്നുണ്ട്. പക്ഷെ ഈ വക കാര്യങ്ങളിൽ സമുദായത്തിന്റെ വേണ്ടത്ര സഹകരണവും പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയതയോടുള്ള ചെറുത്തുനിൽപ്പിന് ജനാധിപത്യ വിജയം നിർണായകമാണെന്നും നിങ്ങളുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്നും അഭ്യർത്ഥിച്ചു. കൂടാതെ ദഖനികൾക്കിടയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്നും അറിയിച്ചുകൊണ്ട് നിരന്തരം മെസ്സേജുകൾ ഇടുകയും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചവരെ നേരിട്ട് വിളിച്ച് DMCയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. വയനാട് ജില്ലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന്
എല്ലാ ജില്ലക്കാരോടും അവരവരാൽ കഴിയുന്ന സഹായ സഹകരണം ചെയ്തു കൊടുക്കണമെന്ന് ഓരോ ജില്ലകൾക്ക് നിർദ്ദേശം നൽകി. പല ജില്ലകളും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, വിവാഹമോചനം, പീഡനങ്ങൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, യതീം കുട്ടികളുടെയും കാര്യങ്ങൾ അന്വേഷിക്കുവാനും അവർക്ക് വേണ്ട നിയമസഹായം, ആവശ്യമായ സംരക്ഷണം നൽകുവാനും വിവിധ ഗ്രൂപ്പുകളുടെയും നേരിട്ടും അറിയിക്കുകയും വിദ്യാഭ്യാസം, കലാ, സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിക്കാൻ നിർദ്ദേശം നൽകുകയും വാർത്തകൾ മീഡിയകളിലൂടെ പ്രസിദ്ധീകരിക്കുകയും ലഹരിക്കെതിരായി പോരാടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നോ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണമെന്നോ നിർദ്ദേശം നൽകുകയുണ്ട്. അതനുസരിച്ച് പാലക്കാട് ജില്ലാ കമ്മിറ്റികളും മറ്റും പ്രവർത്തിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നാട്ടിൽ വ്യാപകമായ കൊറോണയും മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പകർന്നു പിടിച്ചപ്പോൾ ഗ്രൂപ്പുകളിലൂടെ കൂടുതൽ കരുതൽ വേണമെന്ന് ജാഗ്രതാ നിർദ്ദേശം എല്ലാ ജില്ലാ കമ്മിറ്റിക്കാരും. ലഹരികൾ പരസ്പരവും കുടുംബാംഗങ്ങൾ തമ്മിലും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഇതര സമുദായ സംഘടനകളുമാണ്. പരസ്പരം ബന്ധങ്ങളും സൗഹൃദങ്ങളും നിലനിർത്തണമെന്നും പരസ്പരം വിഘടിച്ചു നിൽക്കാതെ ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കണമെന്നും സമിതിയുടെ യോഗങ്ങളിൽ വിവിധ യോഗങ്ങളിലൂടെയും നിർദ്ദേശങ്ങൾ നൽകുകയും DMCക്ക് ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത കൊല്ലം ജില്ലയിൽ പുനലൂരിൽ താമസിക്കുന്ന മുജീബ് എന്ന നിർദ്ധനയായ യുവാവ് ഹാർട്ട് സർജറിക്ക് പുനലൂർ ജമാഅത്ത് മുഖേന സഹായം ആവശ്യപ്പെട്ടത് പ്രകാരം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ഷൻ നടത്തി സഹായിച്ചു. കൂടാതെ പുനലൂർ ദഖനി മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ അസിസ്റ്റന്റ് ഇമാമിന് വാഹന അപകടത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റി ചികിത്സാ സഹായം ആവശ്യപ്പെട്ടത് പ്രകാരം സംസ്ഥാന കമ്മിറ്റി കളക്ഷൻ എടുത്ത് പുനലൂർ ജമാഅത്ത് ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നൽകി. ഇതിനു പുറമെ പൊതു ഗ്രൂപ്പുകളിലൂടെയും മറ്റും വാർത്തയ്ക്ക് സഹായം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് 2025 ജനുവരി 24 തീയതി മുതൽ 11 വരെ നടന്ന 63ാമത് കേരള കലോത്സവത്തിൽ ഉറുദു വിഭാഗം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ദഖനി കുട്ടികൾക്ക് തിരുവനന്തപുരത്ത് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും 1000 രൂപ വെച്ച് സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തെ എങ്ങനെ ബാധിക്കും, അതിൽ DMCയുടെ നിലപാട് എന്താണെന്ന് സമുദായ അംഗങ്ങളെ അറിയിച്ചു. കാശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ചു. അതേപോലെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള DMCയുടെ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും പഹൽഗാമിലും ഗാസയിലും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനങ്ങൾ അർപ്പിച്ച ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ DMC പങ്കുചേർന്നു. ഓരോ മീറ്റിംഗിലും ഹാജറുകളെ കുറിച്ചും വരിസംഖ്യ അടുക്കാത്ത കാര്യങ്ങളെ കുറിച്ചും മെമ്പർഷിപ്പ് ക്യാമ്പയിനെ കുറിച്ചും കഴിവാവുന്ന അത്ര ദഖനികളെ കൂട്ടിച്ചേർത്ത് ജില്ലാ സമ്മേളനങ്ങൾ നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ചും ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചും DMCയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലൂടെയും യോഗങ്ങളിലൂടെയും നിരന്തരം ജില്ലാ കമ്മിറ്റികൾക്ക് ബോധവൽക്കരണം നടത്തി. ജില്ലകളിലെ പ്രവർത്തനങ്ങൾ നേരാവണ്ണമാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അപാകതകൾ ഉണ്ടെങ്കിൽ തിരുത്താനും എല്ലാ ജില്ലാ കമ്മിറ്റികളും സന്ദർശിച്ച് ഇൻസ്പെക്ഷൻ നടത്തി പോരായ്മകൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി. എന്നാൽ ചില ജില്ലകൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞതിന് സഹകരിച്ചില്ല. ഉറുദു ഭാഷയുടെ പ്രചരണാർത്ഥം ഉറുദു പഠനത്തിനും സ്കൂൾ കലോത്സവങ്ങളിൽ ഉറുദു വിഷയങ്ങളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ അനുമോദിക്കാനും സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകൾ നൽകിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിച്ചു. പല ജില്ലകളും ഇത് നടപ്പാക്കി കണ്ടതിൽ സന്തോഷം അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ വളരെയധികം പേർ ഉറുദു സംസാരിക്കുന്നവരായതിനാൽ കാസർഗോഡ് ജില്ല ആവശ്യം പരിഗണിച്ച് കലണ്ടറിൽ ഉറുദു ഭാഷ ഉൾപ്പെടുത്തി. അത് മറ്റു ജില്ലകളിലുള്ള ദഖനികൾക്ക് ഏറെ ഉപകാരപ്പെടും. ഉറുദു സംസാരിക്കാനും പഠിക്കാനും ദഖനികൾ വളരെ പിന്നോട്ടാണെന്ന് മനസ്സിലാക്കി ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ഉറുദു എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന ഉറുദു അൽഫാസ് പോലുള്ള ഗ്രൂപ്പുകളിൽ ചേരാനും ഉറുദു ഭാഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ DMC കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി ആയിരുന്ന പരേതനായ ഡോക്ടർ റിയാസ് അഹമ്മദ് എഴുതിയ കേരളമേ ഉറുദു എന്ന ബുക്ക് വാങ്ങി വായിക്കാനും ഉറുദു പഠിപ്പിക്കുന്ന സ്കൂളിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഉറുദു എടുത്ത് പഠിക്കണമെന്നും എല്ലാ വർഷവും ഗ്രൂപ്പ് കൂടിയിലൂടെ അറിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജാബിർ, കാസർഗോഡ് നാസർ തുടിക്കര, എറണാകുളം മൻസീർ ഖാൻ, വയനാട്ടിലെ SA നൗഷാദ് സാദത്തിലെ DMCയുടെ ഭരണസമിതി പിരിച്ചുവിടണമെന്നും DMCയുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞ് തൃശൂർ രജിസ്ട്രാർക്ക് നൽകിയ പരാതിയെക്കുറിച്ച് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു. യുക്തമായ മറുപടി തയ്യാറാക്കി തൃശൂർ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുകയും സത്യാവസ്ഥ എന്താണെന്ന് രജിസ്ട്രാർ ഓഫീസിൽ പോയി അദ്ദേഹത്തെ ബോധിപ്പിച്ചു.
സംസ്ഥാന കമ്മിറ്റി സൂക്ഷിച്ചു വരേണ്ടതായ എല്ലാ ഫയലുകളും രേഖകളും കൃത്യമായും വൃത്തിയായും സൂക്ഷിച്ചു. കൂടാതെ സംഘടന ഭാവിയിൽ സർക്കാരിൽ നിന്നുള്ള ആവശ്യങ്ങൾ നേടാൻ നിവേദനങ്ങൾ സമർപ്പിക്കാൻ അത്യാവശ്യമായ ദർപ്പൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും അക്കൗണ്ടുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് വർഷാവർഷം പരിശോധിക്കുകയും ബൈലോയിലെ പോരായ്മകൾ നികത്താൻ വൈസ് ചെയർമാനായ ജനാബ് അഡ്വക്കേറ്റ് മുഹമ്മദ് ജാഫറുമായി ചുമതലപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഭേദഗതി റിപ്പോർട്ട് കോഴിക്കോട് CDMK അവതരിപ്പിച്ച ഭേദഗതി പ്രമേയം യോഗത്തിൽ ചർച്ചയ്ക്കെടുത്ത് അംഗീകാരം നേരത്തെ വാങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി ചെയ്ത് കാണിച്ചപ്പോൾ ഒരു ചെറിയ വിഭാഗം സംസ്ഥാന കമ്മിറ്റി പറയുന്നതൊന്നും അനുസരിക്കാതെയും ചെയ്യാതെയും സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്ന രേഖകളൊന്നും ഹാജരാക്കി തരാതെയും കൃത്യമായി വാർഷിക മെമ്പർഷിപ്പ് അടയ്ക്കാതെയും സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കും. ജില്ലാ കമ്മിറ്റികൾ തീരുമാനിക്കുന്ന അജണ്ടയാണ് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കേണ്ടതെന്ന് വാശി പിടിച്ചു. ഒടുവിലായി രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്ത് DMCയുടെ സംഘടന തന്നെ രജിസ്റ്റർ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയും ചെയ്തത് വളരെ ഖേദത്തോടെ നിങ്ങളാണ്. ഈ വർഷ കാലയളവിൽ വിവിധ ജില്ലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട്. DMCയുടെ കലണ്ടർ കൃത്യസമയത്ത് തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വീട്ടിൽ എത്തിച്ചു കൊടുത്തു. ഗൃഹസന്ദർശനവും അസുഖബാധിതരായവർ വീടുകളിൽ ചെന്ന് സാന്ത്വനമേകുകയും സംഘടനയ്ക്ക് ലഭിച്ചുള്ള പരാതികളിൽ പരമാവധി നീതിപൂർവമായ ഇടപെടലുകൾ നടത്തുകയും വർദ്ധിച്ചു വരുന്ന കുടുംബ വഴക്കുകളും വിവാഹമോചന കേസുകളും ലഹരി ഉപയോഗങ്ങൾക്കുമെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി വരുന്നതായും സംസ്ഥാന കമ്മിറ്റി മനസ്സിലായി. മയ്യത്ത് പരിപാലന ക്ലാസ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, വിദ്യാഭ്യാസ കലാകായികങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും മൊമെന്റുകളും കേഷ് അവാർഡുകളും നൽകി അനുമോദിക്കുകയും പ്രസ്തുത ചടങ്ങുകളിൽ MLA-മാരെയും മറ്റ് ജനപ്രതിനിധികളെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം നൽകിയിരിക്കുന്ന വ്യക്തികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ നമുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നവർക്കും സംഘടനയായി കഴിയുന്ന ചെറിയ സഹായങ്ങൾ നൽകുകയും റംസാൻ കിറ്റ് വിതരണം, വസ്ത്ര വിതരണം, ചികിത്സാ സഹായങ്ങൾ, അനാഥ സംരക്ഷണം, വിദ്യാഭ്യാസ സഹായം, ഭവന നിർമ്മാണത്തിനും പ്രകൃതി ദുരന്തങ്ങളിലും നാശനഷ്ടം സംഭവിച്ചവർക്കും അപകടത്തിൽപ്പെട്ടവർക്കും ഓരോ ജില്ലാ കമ്മിറ്റികളുടെ സാമ്പത്തിക നില അനുസരിച്ചുള്ള ചെറു സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിർധനരായ കുടുംബങ്ങളിലെ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് പലിശരഹിത വായ്പകൾ നൽകി രോഗികൾക്ക് വീൽ ചെയറും വാക്കർ എന്നിങ്ങനെയുള്ള ജനോപകാരപ്രദങ്ങളായ വിവിധ സഹായങ്ങൾ പല ജില്ലകളും നൽകി വരുന്നതായും സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും അതിന് നേതൃത്വം നൽകിയ ജില്ലാ ഭാരവാഹികൾക്കും DMCയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇനിയുള്ള ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ആരോഗ്യവും ദീർഘായുസ്സും സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന് ഉപകാരപ്രദമായ ഇതുപോലുള്ള സ്വാലിഹായ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഓരോ ജില്ലാ കമ്മിറ്റികളും ഓഫീസ് സംബന്ധിച്ച് സൂക്ഷിച്ചു വെക്കേണ്ട റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിച്ചു വരുന്നുണ്ടോ എന്ന് പരിശോധന നടത്തിയേ മുഴുവനായും പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും പരമാവധി സൂക്ഷിച്ചു വരുന്നുണ്ട്. സംഘടനയുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ, നീഡ്സ് ബുക്ക്, ക്യാഷ് ബുക്ക്, വാർഷിക റിപ്പോർട്ട്, വാർഷിക വരവ് ചെലവ് റിപ്പോർട്ട്, റെസീപ്റ്റ് ബുക്ക്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവ സൂക്ഷിച്ചു വരുന്നതായി സംസ്ഥാന കമ്മിറ്റി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. പല ജില്ലകളും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നല്ല രീതിയിൽ തന്നെ നടത്തിയതായും സംസ്ഥാന കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. ശ്രദ്ധയിൽപ്പെടാത്തവരെ കണ്ടെത്തി സംഘടനയിൽ അംഗങ്ങളാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും മനസ്സിലായി. വിപുലമായ രീതിയിൽ നടത്തിയ ജില്ലാ സമ്മേളനങ്ങളും സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള വിവിധ കലാപരിപാടികളും സംഘടനയ്ക്ക് പ്രശസ്തി നേടിത്തരികയും നമ്മുടെ സംഘടനയെ കുറിച്ച് ജനപ്രതിനിധികളിലൂടെ ഗവൺമെന്റിലേക്കുള്ള വഴി തുറന്നു തന്നിരിക്കുകയാണ്. ഈ പ്രവർത്തന കാലയളവിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ അംഗങ്ങൾ നടത്തിയ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. അതുപോലെ DMC ദർപ്പൻ രജിസ്ട്രേഷൻ ശരിയാക്കി തന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വയനാട് ജില്ലാ സെക്രട്ടറിക്ക് പ്രത്യേകം അഭിനന്ദനം നേരുന്നു. ഒട്ടുമിക്ക ജില്ലകളും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ചില ജില്ലകളിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ളത് ദുഃഖസത്യമാണ്. തിരുവനന്തപുരം ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും പുതിയ അംഗങ്ങളെ ചേർക്കുകയും
ചെയ്യാതെ പല ഒഴിവുകളിലും പറഞ്ഞ് മാറി നിൽക്കുകയും സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ട ഒരു രേഖയും ഹാജരാക്കി തരാതെ അതിനുവേണ്ട സൗകര്യം ചെയ്തു തരികയും ചെയ്യാതെ സംഘടനയ്ക്കെതിരെ സംഘടനാ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ അച്ചടക്കലംഘനം നടത്തിയതിനാൽ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടി വന്നതിൽ ഖേദപൂർവ്വം അറിയിച്ചുകൊള്ളു. എറണാകുളം ജില്ലാ സെക്രട്ടറി ജനാബ് അസ്ലം ഖാൻ DMC-യുമായി സഹകരിച്ചു പോകാൻ DNHA തയ്യാറാകാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് DMC-യിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ച് രാജി സമർപ്പിച്ചത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. DNHA DMC-യിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു സംഘടനയാണെന്ന് അസ്ലം ഖാൻ ഓർക്കേണ്ടതായിരുന്നു. ഇത്രയും നാളായി DMC-യിൽ അംഗങ്ങളെ ചേർക്കാൻ താല്പര്യമെടുക്കാത്തത് സംസ്ഥാന കമ്മിറ്റി ഗൗരവമായി കണ്ടിരുന്നു. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ തികഞ്ഞ സഹകരണത്തോടെ DMC-യുമായി സഹകരിച്ച് കൂടെ നിന്ന എല്ലാ മാന്യ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവരായ ഈ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ റിപ്പോർട്ടിലൂടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ അംഗീകാരത്തിനാൽ ഈ വാർഷിക പ്രവർത്തന റിപ്പോർട്ടിൽ അഭിമാനപൂർവ്വം ജനറൽ ബോഡി മുമ്പാകെ സമർപ്പിക്കുന്നു. റിപ്പോർട്ട് വർഷത്തെ ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും ട്രഷറും ഓഡിറ്ററും ഇതോടൊപ്പം ഇവിടെ സമർപ്പിക്കുന്നതാണ്. DMC-ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി.